ഹലോ, ടോപ്പ് വിത്ത് അമ്മുവിന്റെ പുതിയൊരു കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് അടിപൊളി കഥ കേട്ടാലോ? ഞാൻ നിത്യ സുരേഷ്, 26 വയസ്സ്, 5'1" ഉയരം, 34 സൈസ്, നല്ല വെളുത്ത നിറം, ഓവർ പുറമൊന്നുമില്ല, എന്നാലും ഒരു ആണിന് കയറി മേയാനുള്ളതൊക്കെ ഉണ്ട്. വിവാഹം കഴിഞ്ഞ് 1.5 വർഷം കഴിഞ്ഞു. ഭർത്താവ് സുരേഷ് ചേട്ടൻ ഗൾഫിലാണ്. വീട്ടിൽ ഞാനും ചേട്ടന്റെ അമ്മയും മാത്രമാണുള്ളത്. ചേട്ടന്റെ അച്ഛൻ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് ഗൾഫിലേക്ക് തിരിച്ചും പോയി. പുള്ളി വർഷങ്ങളായി വിദേശത്താണ്. ചേട്ടനും അവിടെ തന്നെയാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് ചേട്ടനും തിരിച്ചുപോയി. ഇപ്പോ ഞാനും അമ്മ സുമതിയും മാത്രമായി വീട്ടിൽ. തൊട്ടടുത്ത അയൽക്കാരായ ജമീല തത്തയും ഭർത്താവ് മജീദയ്ക്കയും ആകെയുള്ളൊരാശ്വാസം. എൻ്റെ അമ്മായിയമ്മയ്ക്ക് 47-നടുത്ത് പ്രായമുണ്ട്. കണ്ടാൽ നടി ഒരു താരകല്യാണിൻ്റെ പോലെയൊക്കെ ഇരിക്കും. ഞാനൊരു പോലീസുകാരിയാണ്. വീടിനടുത്ത് തന്നെ ഒരു സ്റ്റേഷനിലാണ് ജോലി ചെയ്യുന്നത്. എന്നെ യൂണിഫോമിൽ കണ്ടാൽ സോളമൻ്റെ തേനീച്ചകൾ എന്ന സിനിമയിലെ വിൻസി അലോഷ്യസെ പോലെ ഇരിക്കുമെന്ന് അതേ ഫിഗറാണെന്നും പറയാറുണ്ട്. ചെറുപ്പം തൊട്ടേ നല്ല ടൈപ്പായിരുന്നു ഞാൻ. ഈ ഇമാതിരി കഥകളും അമ്മാതിരി വീഡിയോസൊക്കെ സ്ഥിരം കാണുമായിരുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അങ്കിളുമായി എനിക്കൊരു ചുറ്റിക്കളി ഉണ്ടായിരുന്നു. ചുറ്റിക്കളി എന്ന് വെച്ചാൽ ആളാണ് എനിക്ക് അമ്മാതിരി പുസ്തകങ്ങളും അതേതരം വീഡിയോകളൊക്കെ തരാറുള്ളത്. എനിക്കൊരു 18 വയസ്സിൽ തുടങ്ങിയതാണ് ഈ ബന്ധം. പക്ഷെ എന്തോ ആൾ ഇതുവരെ എൻ്റെ പൂവിൽ അതൊന്നും വെച്ചിട്ടില്ല, കയറ്റിയിട്ടുമില്ല. നന്നായി എനിക്കൊന്ന് ഇതാക്കി തരുമോ ഒന്നും ചെയ്തിട്ടുമില്ല. ആൾക്ക് ഞാനതെടുത്ത് വെള്ളം കളഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ആ ബന്ധം എനിക്ക് ജോലി കിട്ടുന്നത് വരെ തുടരുന്നു. ജോലി കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോഴേ സുരേഷ് ചേട്ടൻ്റെ ആലോചന വന്ന് കെട്ടും കഴിഞ്ഞു. ആദ്യ രാത്രി തന്നെ എനിക്ക് മനസ്സിലായി പുള്ളി കിടക്കിലൊരു പരാജയമാണെന്ന്. വന്നു കയറി ഒന്ന് മൂപ്പിച്ചിട്ട് തന്ന ശേഷം അതൊക്കെ പൊക്കി അതൊക്കെ ഒന്ന് ആക്കിയിട്ട് അടിയോടടി, അല്ലാണ്ട് ഇപ്പം എന്ത്. അതോടെ ദാ കിടക്കുന്നെന്നും പറഞ്ഞ് തിരിഞ്ഞു കിടക്കും. അതൊരു 4-5 ഉള്ളൂ കഷ്ടി. അങ്ങനെ നല്ല ഇതിൻ്റെ ഒന്ന് മാറിയെന്നുള്ളൊരു ആഗ്രഹം മൂഞ്ചി പോവുകയും ചെയ്തു. അതാണെങ്കിൽ ശരിക്കൊരു പരാജയം തന്നെയായിരുന്നു. അങ്കിളിൻ്റെ ഓർമ്മയിൽ ഞാൻ സ്വയേ ചെയ്ത് എൻ്റേതങ്ങ് തീർക്കും. അങ്ങനെ ജീവിതം ഈമ്പിത്തൊലിഞ്ഞു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പുറത്താരേലും കൊണ്ട് കളിപ്പിക്കാൻ വിചാരിച്ച പണി പോലീസല്ലേ, പിടിക്കപ്പെടാൻ എളുപ്പം. ഇടയ്ക്ക് ജമീല തത്തയും മജീദയ്ക്കയും വീട്ടിൽ വരും. ഞങ്ങൾ അങ്ങോട്ടും പോകും. അങ്ങനെ ഞാൻ എല്ലാവരുമായി നല്ല കമ്പനിയായി. എന്നാൽ അമ്മയ്ക്ക് മജീദയ്ക്കായിട്ടുള്ള സമീപനം എനിക്കെന്തോ ഒരു പന്തിയേട് പോലെ ഇടയ്ക്ക് തോന്നാറുണ്ടായിരുന്നു. ചിരിയും കളിയൊക്കെ. അങ്ങനെ ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് അല്പം നേരത്തെ ഇറങ്ങി. വീട്ടിലെത്തിയപ്പോൾ അമ്മയില്ല. ഞാൻ ബെല്ലടിച്ചു, എന്നിട്ടും അനക്കൊന്നുമില്ല. മൊബൈലിൽ വിളിച്ചു, എന്നിട്ടും നോ രക്ഷ. ഞാനെങ്കിൽ ജമീല താത്തയുടെ വീട്ടിൽ പോയി നോക്കാൻ ഇറങ്ങി ചെന്നപ്പോൾ വീടൊക്കെ പൂട്ടിയിരിക്കുന്നു. ഞാൻ ചുറ്റും കറങ്ങി. പിറകിലെത്തിയപ്പോൾ അകത്തു നിന്നും അമ്മയുടെ സംസാരം കേൾക്കുന്നു. എനിക്കെന്തോ ഒരു പന്തികേട് തോന്നി. എങ്ങനെയും അകത്ത് നടക്കുന്നത് എന്താണെന്ന് അറിയണം എന്ന ആകാംക്ഷയായി. ഞാൻ ജനലിന്റെ ഒരു പാളി പതിയെ വലിച്ചൊന്ന് നോക്കി. ഭാഗ്യത്തിന് പാളി അകത്തുനിന്ന് പൂട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ഞാൻ ആ ഗ്യാപ്പിൽ കൂടി അകത്തേക്കൊന്ന് നോക്കി. അകത്തെ കാഴ്ച കണ്ട് ഞാൻ തല ചുറ്റുന്ന പോലായി. തൊണ്ടയൊക്കെ വരണ്ട് ഞാൻ വിയർക്കാൻ തുടങ്ങി. ഞാൻ വീണ്ടും ഒന്ന് നോക്കി. ഓ, മജീദൊക്കെ റൂമിൽ കട്ടിൽ ഇത്തയും അമ്മയും കൂടു നിനക്ക് മുട്ട് കുത്തിയിരുന്ന് അതിന്റെ അത് ഈമ്പി കൊടുക്കുക. ഇത് ഞെട്ട മാറിയപ്പോ ഞാൻ ആകെ വിശദമായിട്ടൊന്ന് വീണ്ടും നോക്കി. മജീദൊക്കെ ഒരു 55 വയസ്സ് പ്രായം വരും. അധികം ഉയരം, ഒരു ഉരുണ്ട ശരീരം, ഉറച്ച മസിലുകൾ, അല്പം ചാടിയ വേർ, അതിന് താഴെ ഒരു 9 നീളത്തിൽ ഒരു ഒത്തൊരിത്, ഞരമ്പൊക്കെ ഒന്ന് തെള്ളി ഒരൊറ്റ വെട്ടിയത്, ഒരു അടാറ് സാധനം. കണ്ടിട്ട് കൊതിയാവുന്നു. നല്ലയുടെ ഒരു ഭാഗ്യം. പുള്ളിക്കാരുടെ ഈമ്പൽ അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. ആ മുഴുത്ത കുട്ടനെ അതിൽ വെച്ചിട്ട് ഈമ്പുമ്പോ
എനിക്കെന്തോ ചെറുതായി കണ്ടിട്ട് മൂടൊക്കെയായി. ശരിക്കും അവിടുന്ന് എന്നെ അത് ഒലിക്കാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അമ്മയും ഇത്തയും നോക്കി. രണ്ടുപേരും ഒന്നിനൊന്ന് അടിപൊളി. വെളുത്തു തൊടുത്ത രണ്ട് ചരക്കുകൾ. ഇത്താക്കി അമ്മയുടെ അതേ പ്രായം കാണും. അമ്മ തീമ്പുമ്പോൾ ഇത്താക്കാട് ചുണ്ടിതാക്കും. ശേഷം അമ്മ ഇതാക്കി വായിച്ചു വെക്കുമ്പോ പറഞ്ഞു വെച്ചാ ഒരു കണ്ടിട്ടുള്ളൊരു ഇംഗ്ലീഷ് അമ്മമാര് വീഡിയോസ് ഇല്ലേ, അതിന് വെല്ലുന്ന പണിയായിരുന്നു. ഇപ്പോ എന്റെ അമ്മായിയമ്മയെ കണ്ട നെറ്റിയിൽ സിന്ദൂരൊക്കെ ഇട്ട്, കഴുത്തിൽ താലിമാലയും, കയ്യിൽ കുറെ സ്വർണ്ണവലകളും, അരയിലൊരു സ്വർണ്ണ അരഞ്ഞാണോ ആക്കിക്കൊടി ഒരു ആ ലുക്ക് തന്നെ. ഇക്ക പറഞ്ഞു, എടി സുമതി, എങ്ങനെയുണ്ട് നിന്റെ പോലീസുകാരി മരുമോൾ? നമ്മുടെ കൂട്ടത്തിൽ കൂട്ടാറായോ? അപ്പോ ഇത്ത പറഞ്ഞു, അവളെ കണ്ടാൽ അറിഞ്ഞൂടേക്ക, നല്ല കളി കിട്ടാത്ത അതിന് കീറി നടക്കുവാണെന്ന്. ഇവനെ മോനെ കൊണ്ടൊന്നും അവളെ മേക്കാൻ പറ്റില്ല, തന്തട മോനല്ലേ. അപ്പൊ അമ്മ പറയുന്നുണ്ടായി, അതേടി മേത്തച്ചി, എന്റെ കെട്ടിയവനെ കൊണ്ടാക്കാൻ അറിയാത്തോണ്ടല്ലേ ഞാൻ ഈ കണ്ട മേത്തന്റെ ഒക്കെ മുറി വന്നിരിക്കേണ്ടി വന്നത്. എന്റെ മരുമോളെയും ഞാൻ എന്നെ പോലെ അതെന്നെ ആക്കും. എന്നിട്ട് നിന്റെ കെട്ടിയവന്റെ ഈ കാല സാധനം അവിടെ മൊത്തം അങ്ങ് ഞാൻ ഇതാക്കും. അമ്മയുടെ തെറിവിളിയും അമ്മാതിരിയുള്ള പറച്ചിലും കേട്ട് എന്റെ പൂവാകെ നനഞ്ഞു കുളിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ ചീത്ത വാക്കുകളും പറഞ്ഞ്, നിന്റെ ഭർത്താവിനെ പോലെ പെണ്ണിനെ അത് താക്കാൻ അറിഞ്ഞൂടാത്തവളല്ല എൻ്റെ ഇതെന്നും പറഞ്ഞ് ഇക്കാത്ത ഒന്നു ഇതാക്കി. മേത്തൻ്റെതാന്നും പറഞ്ഞ് കണക്കായിപ്പോയി. വീട്ടിൽ അറിയാത്തത് ആമാതിരി ആണുങ്ങളുള്ളണ്ടൊക്കെ അല്ലേ. ഇക്ക വഴക്കിടാതെ അതിനൊക്കെ ഇവളുടെ മരുമോൾ എങ്ങനെ ഇതാക്കാനാ? യൂണിഫോമിൽ ഇട്ട് ഇതാക്കണം എന്നൊക്കെ ആഗ്രഹം പറഞ്ഞതൊക്കെ ഞാൻ കേൾക്കേണ്ടായി. ഇക്കാടെ സംസാരം കേട്ടിട്ട് തന്നെ കൊതിയാകുന്നു. എന്റെ ഇവിടൊക്കെ ആകെ നനഞ്ഞ് തുള്ളിപ്പിക്കുമായിരുന്നു. അതൊക്കെ കേട്ട് ഞാൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം അവിടെ ചേച്ചിയുമായി കാര്യം പറഞ്ഞിരുന്നു. അപ്പോഴൊക്കെ എന്റെ മനസ്സിൽ ഇക്ക അമ്മയെ പാഞ്ഞ കാര്യമായിരുന്നു. ആ ഈമ്പലൊക്കെ മതിയെന്ന് പറഞ്ഞിക്ക ബാക്കി കലാപരിപാടികളിലേക്ക് പോവാൻ തുടങ്ങുകയായിരുന്നു. ആളുടെ ഒരു ആഗ്രഹം വെച്ചിട്ട് ഒരു 16 പരിപാടിയായിരുന്നു. അങ്ങനെ അമ്മയും ഇത്തയും പരസ്പരം അത് മുഖത്തോട് മുഖം ഇതിരുന്ന് രീതിയിൽ അങ്ങ് കിടക്കേണ്ടായിരുന്നു. അവിടെ പിന്നെ നടന്ന കലാപരിപാടികൾ പറയേണ്ടതില്ലല്ലോ, ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഓരോ നിലവിളികളും ശബ്ദങ്ങളൊക്കെ ഇവിടെ നിന്ന് കേൾക്കുന്നേ എനിക്കാകെ ഇളകിന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ കൂടുതൽ കണ്ടു നിൽക്കാൻ വയ്യാത്തോണ്ട് ഞാൻ അവിടെ നിന്ന് ഓടിപ്പോരുന്നു. വീട്ടിൽ കയറാനും മാർഗമല്ല, ഒന്ന് സ്വന്തമായിട്ടാക്കുകയാണെങ്കിൽ ഒരാശ്വാസമെങ്കിലും കിട്ടിയേനെ. പക്ഷെ അതിനോട്ട് ഒരു വഴിയുമില്ല. ഞാൻ എൻ്റെ സ്കൂട്ടർ എടുത്ത് തൊട്ടടുത്ത് ഞാൻ പോകാറുള്ള ബ്യൂട്ടി പാർലറിലേക്ക് പോയി. അവിടുത്തെ ചേച്ചിയോട് ടോയ്ലറ്റിലൊന്ന് പോകണമെന്നും പറഞ്ഞു പാർലറിൽ ടോയ്ലറ്റിൽ കയറി. കലാപരിപാടികൾ സ്വയം തന്നെ ഇങ്ങ് തുടങ്ങി. എന്ത് പറയാനല്ലേ, പെട്ടെന്ന് തന്നെ അതങ്ങ് പോയി. കുറച്ചു നേരം എന്നിട്ട് അവിടെ ചേച്ചിയായിട്ടൊക്കെ കാര്യം പറഞ്ഞു. അപ്പോഴും എന്റെ മനസ്സിൽ ഈ കമ്മയെ പാഞ്ഞുന്ന കാര്യമായിരുന്നു. ഇക്കാടെ അതെല്ലാം മനസ്സിൽ കണ്ട് എന്ത് പറയാനാ, അതൊന്നും മനസ്സിന് മാറുന്നില്ല. 1 മണിക്കൂർ കഴിഞ്ഞു അമ്മ വിളിച്ചു. മോളെ, ഞാൻ ഉറങ്ങിപ്പോയടി, അതാ നീ ഫോൺ വിളിച്ചപ്പോ എടുക്കാഞ്ഞത്. നീ എന്തിനാ വിളിച്ചിട്ടുണ്ടായിരുന്നെന്ന് അന്വേഷിച്ചിട്ടുണ്ടായി. ഞാനത് അമ്മ ഞാൻ വെറുതെ വിളിച്ചതാണ്, ഞാൻ ഇപ്പൊ വരാം അങ്ങോട്ടെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പോയി. ചെന്നപ്പോ അമ്മ അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ ചായ പിടിച്ചിരിക്കുകയായിരുന്നു. അമ്മയെ കണ്ടപ്പോ എനിക്ക് വീണ്ടും മുൻപ് കണ്ട കാര്യങ്ങൾ മനസ്സിൽ ഓടി വന്നു. അമ്മളുടെ ഇരിപ്പ് കണ്ടോ, കണ്ട മേത്തന്റെ ഒക്കെ എന്നൊക്കെ ഞാൻ മനസ്സിൽ വിളിച്ചിട്ട് അങ്ങനെ മനസ്സിൽ പറയല്ലേ നടക്കൂ. സുമതി മരുമോള് വരുന്നത് കണ്ട് എങ്ങനെ ഇവളെ ഇക്കയെ കൊണ്ട് ഇതാക്കാമെന്ന് ആലോചിക്കായിരുന്നു ആളുടെ മനസ്സിൽ. എന്തായാലും പെണ്ണിനെ കണ്ടിട്ട് നല്ല ഇത് കയറി നടക്കുവാണെന്ന് ആൾക്ക് മനസ്സിലായി. അത് കയറിയാ തീരാവുന്ന പ്രശ്നമുള്ളൂ എന്നും അമ്മായിയമ്മ ആലോചിക്കായിരുന്നു. ഇതിൽ വലിയ കളിയില്ലെന്നറിയാം, എന്നാലും തുടർന്നെങ്കിൽ അമ്മയും മരുമക്കളും ഇക്കയൊക്കെ വലിയ ഇതായിട്ട് വരാം. അപ്പോ അതുവരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. പെട്ടെന്ന് തന്നെ കാണാം. സോ ബൈ.